ഹായ് നമസ്കാരം, ഞാൻ സെബിൻ. 7-8 എക്സ്പ്ലോറം ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LBSന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി എന്നാ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നുള്ളതും, അതുപോലെ തന്നെ കറക്ഷൻ ഡേറ്റ്, അതായത് റാങ്ക് ലിസ്റ്റിനകത്ത് എന്തെങ്കിലും കറക്ഷൻ കാര്യങ്ങളോ ചെയ്യേണ്ട ഡേറ്റും, അതുപോലെ LBSനകത്ത് ഇനി അലോട്ട്മെൻറ്റുള്ള കാര്യങ്ങൾ ഡിഗ്രിക്കകത്ത് വരാനായിട്ടുണ്ടോയെന്നും, അതുപോലെ ഇനി പാരാമെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റോ BSc നഴ്സിംഗിൻ്റെ ഉണ്ടോയെന്നും, അതുപോലെ തന്നെ പിന്നെ PNC മാക്കിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അവിടുത്തെ ചോദിക്കുന്നുണ്ട് PNC മാക്കിൻ്റെ കാര്യങ്ങളും. PNC മാക്കിൻ്റെ കാര്യങ്ങളും എന്ന് പറയാം. അതുപോലെ തന്നെ റീഫണ്ടിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ റീഫണ്ട് ഒന്നും ആയിട്ടില്ല കാര്യങ്ങളൊന്നും. അതറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ അതിന് വേണ്ടി സെപ്പറേറ്റ് തന്നെ ചെയ്യുന്നതായിരിക്കും റീഫണ്ടിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ. അപ്പം നമുക്ക് നേരെ സമയം കളയാതെ വീട്ടിലേക്ക് കിടക്കാം. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, 7-8 എക്സ്പ്ലോർ എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേര്. താല്പര്യമുള്ളവരൊക്കെ കയറി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഓപ്ഷണൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ അതിന് തന്നെ കിട്ടാൻ സാധ്യതയുള്ള കോളേജ് തന്നെ പറഞ്ഞ് തരുന്നതായിട്ട് ഉറപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇനി എന്നാന്നുള്ളതും ഈ വഴി പറയുന്നുണ്ട്. അത് ഇനി എന്നാ ഡേറ്റ് അതിൻ്റെ കാര്യങ്ങളും, അതുപോലെ തന്നെ ക്ലാസ് തുടങ്ങുന്ന എന്തായാലും അതും ഇന്നത്തെ വഴി പറഞ്ഞേക്കാം. അതും ചോദിച്ചായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അതിൻ്റെ കാര്യം ഓർത്തത്. അത് ഈ വഴി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും ഇവിടെ ഓർപ്പിക്കുന്നു. അപ്പം നമുക്ക് നേരെ സമയങ്ങളെ തന്നെ വീട്ടിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമയുടെ കാര്യമാണ്. ഡിപ്ലോമയുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതെന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞാണെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വരാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റാണ്. അതിനി എന്നാ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം 16-ാം തീയതി പ്രൊഫഷണൽ വന്നിട്ടുണ്ട്. ഇന്നാണ് അതായത് റാങ്കിനകത്ത് മാർക്കിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുള്ള കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും മാർക്ക് ഏതെങ്കിലും ചെറിയ വേരിയേഷൻ അതിനകത്തുണ്ടെങ്കിൽ നിങ്ങളത് LBSുമായിട്ട് ഇമെയിൽ ചെയ്യുകയോ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവരത് കറക്റ്റ് ചെയ്ത് ഇടണം. അതിനാണ് 18-ാം തീയതി ഇവരിത് കൊടുത്തേക്കുന്നത്. അതായത് അവർക്ക് മെയിൽ ചെയ്താൽ മതി. എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മെയിൽ ചെയ്യുക. അത് ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുള്ള കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവർ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് വരെ ഉള്ളൂ. ഇന്ന് 5 മണി വരെ അയക്കുന്നവർക്കെല്ലാം അവർ മാർക്ക് കൊടുക്കുന്നതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് അയച്ചു കഴിഞ്ഞാൽ ഒന്നും ആരും മാർക്ക് കിട്ടത്തില്ല, അത് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പം 18-ാം തീയതി കഴിയണം. അതായത് ഇന്ന് 18 അതായത് തിങ്കളാഴ്ചയായി. അപ്പോൾ ഇനിയും ഇനിയും ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരാഴ്ച എടുക്കും. അതായത് ഈ അവസാനം ഒന്നെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ചത്തേക്ക് ചിലപ്പം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമായിരിക്കും. അല്ലെങ്കിൽ തിങ്കൾ ആ ഉള്ളിൽ തന്നെ വരുന്നതായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും ഇവിടെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത് നോക്കിയെല്ലാം ചെയ്യണമെങ്കിൽ തന്നെ ഒരു സമയം എടുക്കും. അതുകൊണ്ടാണ് അത്ര ഇച്ചിരി ഒരു ഇതായി പോകുന്നത്. 2-3 ദിവസം എടുത്തും, എന്നാലും വെള്ളി അല്ലെങ്കിൽ തിങ്കളുള്ളിൽ തന്നെ വരുന്നതായിരിക്കും ഇവിടെ ഓർപ്പിക്കുന്നു. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരെ സംശയമാണ്. പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളത് ഫൈനൽ റാങ്ക് ലിസ്റ്റൂടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഡിപ്ലോമയുടെ കാര്യം ഇവിടെ കൊണ്ട് പറഞ്ഞു തീർത്തു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ടോ മെസ്സേജ്. പിന്നെ അടുത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ LBSന്റെ ഡിഗ്രിയുടെയാണ്. അപ്പോൾ 16 അലോട്ട്മെന്റ് കൊണ്ട് ഡിഗ്രിയുടെ കംപ്ലീറ്റ് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. അപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെയൊക്കെ ആപ്ലിക്കേഷൻ വെക്കുക, അഡ്മിഷൻ എടുക്കുക. അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും നോക്കുക, അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്ന് വിചാരിക്കുവാണെങ്കിൽ ഇത് തന്നെ എടുക്കാൻ വേണ്ടി മാനേജർ സീറ്റൊക്കെ അടുത്ത വർഷം വരുന്നുണ്ട്. ആദ്യം തന്നെ അതൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ കുറിച്ച് തന്നെ ഡീറ്റെയിൽ വീഡിയോ ആദ്യം തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്ത വർഷം ഇതാകുന്നതിന് മുമ്പ് തന്നെ. അതായത് LBSന്റെ ഡിപ്ലോമയുടെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോളേജിൽ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ മാനേജർ സീറ്റ് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് അത് ബുക്ക് ചെയ്ത് തരണം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അടുത്ത വർഷം ചെയ്യുന്നതായിരിക്കും. താല്പര്യം പോലെ തന്നെ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി അടുത്ത വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PNC മാക്കിൻ്റെയാണ്. വെറുതെ PNC മാക്കിൻ്റെ സൈഡിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ എന്ന് തന്നെ പറയാം. PNC മാക്കിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ 6th അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിംഗ് ഒന്നും വന്നിട്ടില്ല. അതായത് അവരതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നോ ഫർദർ അലോട്ട്മെന്റ് എന്നാണ്. ഇനി അലോട്ട്മെന്റുകൾ വരാനായിട്ടില്ല. പിന്നെ ഡൊണേഷൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേക്കുന്നവർക്കൊക്കെ സീറ്റ് എവിടെയെങ്കിലും വേക്കൻസി ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നതായിരിക്കും. അല്ലാത്തവർക്കൊന്നും കിട്ടാൻ വേണ്ടി സാധ്യത കുറവാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ നിൽപ്പുണ്ടെങ്കിൽ വേറെ എവിടെയും നോക്കുക. അല്ലെങ്കിൽ ഇത് തന്നെ കിട്ടണമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ PNC മേഖല കഴിഞ്ഞു. പിന്നെ CPASൻ്റെയും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. പിന്നെ CPAS സാധ്യത കുറവാണ്. വേക്കൻസി ഇനി വന്നാൽ സാധ്യത കുറവാണ്. ഇപ്പോൾ ഇനിയും നവംബർ ആയില്ലേ, ഇനി ഈ വർഷം കഴിയാൻ വേണ്ടി ഡിസംബറേ ഉള്ളല്ലോ.
അതൊക്കെ സാധ്യത കുറവ്. അപ്പം PNC മാക്കും LBS പിന്നെ MCKയുടെ അതും അതുപോലെ തന്നെ LBSൻ്റെ ഡിഗ്രിയുടെ എല്ലാം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും വേക്കൻസി വന്നു കഴിഞ്ഞാൽ നമ്മളത് ഡീറ്റെയിലായിട്ട് തന്നെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. പിന്നെ ആകെ ഇനിയും അവസാന അഭയസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമയാണ്. ഡിപ്ലോമയ്ക്കകത്ത് അതും രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ നിങ്ങൾക്കത് വെച്ച് ആപ്ലിക്കേഷനൊക്കെ വെച്ച് കഴിഞ്ഞവർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സാധ്യതയുള്ളൂ. അത് ഒത്തിരി പേര് ചോദിച്ചാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റും അതുപോലെ പ്രൊഫഷണലി അക്സെപ്റ്റും ചെയ്യണം. ബാക്കി കാരണമെല്ലാം വഴി തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും. ഇതൊക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ പറയാനുള്ളൂ. ചാനലൊന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ കയറി മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒന്ന് ചെയ്യാമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കനോടെ ഓളൊന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതെല്ലാം അറിയാൻ പറ്റുന്നതായിക്കോട്ട് ഓർപ്പിക്കുന്നു. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.